ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ റെസിപ്പി എൻ്റേതല്ല, പ്രജിത ചേച്ചിയുടേതാണ്. ഇനി മുതൽ നമ്മുടെ കൂടെ പ്രജിത ചേച്ചിയും കാണും കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് പച്ചമുളക്, 2 സവാള, തക്കാളി, 1 തക്കാളി മതി കേട്ടോ. പിന്നെ മല്ലിച്ചപ്പും പുതിന, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കറിവേപ്പില ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ ഐറ്റംസും ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മതി. ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല, അരച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് മുഴുപ്പിൽ കിട്ടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്താണ് ഉള്ളത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കറിവേപ്പില പൊട്ടിക്കുക കേട്ടോ. ഇനി കടുക് വേണമെന്നുള്ളവർക്ക് കടുകും ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് നമ്മൾ ഈ അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് തിളച്ചൊക്കെ വരും. വഴറ്റി കഴിയുമ്പോഴേക്ക് അരപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് തിളച്ചിട്ടു. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു പിഞ്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ നല്ലപോലെ ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒരു 1-2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തിരക്കുള്ള ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാ റെസിപ്പീസിനും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു കോഴിമുട്ടയും കൂടെ നമുക്ക് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എക്സ്ട്രാ സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പം അതിലേക്ക് നമുക്ക് പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന്. അപ്പോൾ അതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കറിയും കൂട്ടിയിട്ട് കഴിക്കാം. നല്ല ആവി പറക്കുന്ന കറിയും പുട്ടും. ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.